കോഴിക്കോട് കക്കോടിയിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ തൊട്ടടുത്ത മതിലിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. മറ്റൊരാൾക്ക് പരിക്കേറ്റു. ഒഡീഷ സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളി ഉദയമാജിയാണ് മരിച്ചത്. കക്കോടി സ്വദേശിയായ ഫൈസലിനും പരിക്കേറ്റു. കക്കോടി സ്വദേശിയായ രാമനാഥൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഈ വീടിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടയിലാണ് രാവിലെ അപകടമുണ്ടായത്. ഏതാണ്ട് ഒരു 10 മണിയോട് കൂടിയായിരുന്നു അപകടം ഉണ്ടാവുന്നത്. 2 ഇതര സംസ്ഥാന തൊഴിലാളികളും ഒരു മലയാളിയുമായിരുന്നു ആ സമയത്ത് ഇവിടെ ജോലിയിലുണ്ടായിരുന്നത്. 3 പേരും ഈ സംരക്ഷണ ഭിത്തിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന സമയമായിരുന്നു. രാവിലെ ഒരു 8:30 കൂടി 3 പേരും ഇവിടേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് തന്നെ പണികളൊക്കെ തുടങ്ങിയിരുന്നതുമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഈ സംരക്ഷണ ഭിത്തി കെട്ടുന്ന സമയത്ത്, അതിൻ്റെ പണി നടക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ മുഹമ്മദ് കോയ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഒരു മതിൽ ഇടിഞ്ഞു വീണാണ് അപകടം ഉണ്ടായത്. ഈ മതിൽ പൂർണ്ണമായും ഈ അതിഥി തൊഴിലാളിയുടെ മേത്തേക്ക്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഒഡീഷ സ്വദേശിയായ 49 വയസ്സുള്ള ഉദയമാജിയാണ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി അദ്ദേഹത്തെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു 10 മണിയാവും അപകടം ഉണ്ടാകുമ്പോൾ. നാട്ടുകാർ എല്ലാവരും നിലയും വിളിയും ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞ് പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഈ സ്ലാബ് ആളെ മേല് കിടക്കുകയാണ്. എല്ലാവരും നാട്ടുകാർ ഞങ്ങൾ ശ്രമിച്ചു നോക്കി, ഞങ്ങൾക്ക് ഈ സ്ലാബ് പൊന്തുന്നില്ല. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സും വന്ന് ഞങ്ങളും നാട്ടുകാരെ സഹകരണവും ഫയർഫോഴ്സിൻ്റെ സഹകരണത്തിലും പൊന്തിച്ച് അദ്ദേഹത്തെ അന്നപ്പേക്ക് അദ്ദേഹം മരിച്ച് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഇവിടെ നിർമ്മാണം നടന്നു വരികയായിരുന്നു. രാവിലെ നാട്ടുകാർ ഇങ്ങോട്ടേക്ക് ഓടിക്കൂടുകയും പിന്നീട് വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സിൽ എത്തി വിവരം അറിയിക്കുകയുമായിരുന്നു. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൈ മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഫൈസലിനെ പുറത്തെടുത്തിരുന്നു. അദ്ദേഹത്തിന് കാര്യമായ പരിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഇടുപ്പിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മതിൽ ഏതാണ്ട് 1 വർഷം മാത്രം പഴക്കമുള്ളൊരു മതിലാണ്. അതിന് നല്ല ഭാരം കൂടിയുണ്ട്. പക്ഷേ രക്ഷപ്പെടുത്തുമ്പോഴേക്ക് തന്നെ സീരിയസ് ആണ്. തല അടിയിൽ ചെങ്കലിൻ്റെ മുകളിലാണ് തല ജാമായി പോയിക്കുന്നത്. സ്ലാബ് അതിൻ്റെ തലേൻ്റെ മുകളിലേക്കാണ് വീണത്. അതാണ് അത്രയും സീരിയസ് ആയത്. ഇരിക്കുന്ന പോലെയായിരുന്നു. കിടക്കുക എന്ന് പറഞ്ഞാൽ അരന ഫ്രീ ആയിട്ട് കിടക്കുക. തലാണ് കല്ലിനും സ്ലാബിനും ജാമായി കിടക്കുകയായിരുന്നു. ഏതായാലും ഈ ഒരു മതിൽ ഇവിടെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉടമ ഇവിടുത്തെ വീട്ടുടമയോട് പറഞ്ഞിരുന്നതാണ് അതിന് അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അയാളത് കേട്ടില്ല എന്നുള്ളതാണ് മതിലിൻ്റെ ഉടമ പറയുന്നത്. ഒരു മണ്ണ് എടുത്ത് ഫസ്റ്റിലത്തെ മണ്ണ് എടുത്തു കഴിഞ്ഞാണ് തറയിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ 2-3 ആഴ്ച മുമ്പെയാണ് ഈ JCB കൊണ്ടുവന്നിട്ടും ഉള്ള മണ്ണ് പിന്നെയും നമ്മളെ മതിലിൻ്റെ അടുക്കുന്ന മാന്തിയിട്ട് ഈ ടാങ്ക് ഉണ്ടാക്കുന്നത്. അന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, മതിൽ ഭീഷണിയാണ്, അതൊന്നും പ്രശ്നമാക്കണ്ടെന്നാണ് ഇവിടുന്ന് പറഞ്ഞതാണ്. വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒരു 1.5 മണിക്കൂറോളം അദ്ദേഹം കോൺക്രീറ്റ് പാളിക്കടിയിൽ പെടുകയും പിന്നീട് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു.